അപ്പൊ അവര് വന്ന് നമ്മളോട് സംസാരിക്കുന്നത് പോലെ തന്നെയാണ് ശ്രീകോവിലിന്റെ വാതിക്കൽ നിന്ന് അമ്മേ ഞങ്ങൾക്കത് കിട്ടി, അല്ലെ അമ്മ ഞങ്ങൾക്കത് തന്നില്ലല്ലോ, തരാത്തതാണെങ്കിൽ ഇപ്പൊ ഇച്ചിരിച്ച് താമസിക്കുവാണെങ്കിൽ അവര് വന്ന് പറയാം, പരിഭവം പറയും അവര്. അല്ലെങ്കിൽ അമ്മ അത് എന്താണ് അമ്മ ഞങ്ങൾക്ക് അങ്ങനെ വിഷമമെന്ന് നമ്മളോട് പറയുന്നത് പോലെ തന്നെയാണ് ഇവിടെ ദേവിയോട് അംഗത്തോട് പറയുന്നത് പോലെ തന്നെയാണ് നമുക്ക് ദേവി അവര് പറയുന്നത് ദേവി അവരോട് സംസാരിക്കുന്നുണ്ട്, അവര് പറയുന്നതിനെല്ലാം മറുപടി പറയുന്നുണ്ടെന്ന്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ചോദിക്കുവേ, എന്താണ് നിങ്ങൾ അങ്ങനെ വന്ന് പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ പറയണേ, അത് ഞങ്ങൾ അമ്മയോട് പറഞ്ഞതാണ്, അമ്മ അതിന് തിരിച്ച് മറുപടി ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. സന്താനങ്ങളില്ലാത്ത മെയിനായിട്ട്, പിന്നെ കല്യാണം നടക്കാത്തവര്, പിന്നെ നമ്മളുടെ ഈ സ്ഥലവും പെരയില്ലാത്ത അങ്ങനെയൊക്കെ വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ കല്യാണങ്ങൾ നടന്നിട്ട് ആ കല്യാണത്തിന് ഞങ്ങളെ ക്ഷണിച്ചു കൊണ്ടുപോയിട്ട് അവരുടെ കല്യാണത്തിൻ്റെതുപോലെ തന്നെ ദേവിക്ക് സാരിയും അതും എല്ലാം ആ സമയത്ത് ഇവിടെയും ദേവിക്ക് ചാർത്തി അവര് കൊണ്ടുവന്ന് നമുക്ക് വന്നിട്ട് ആ സമയത്ത് നമ്മളിവിടെ ചാർത്താറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിതുപോലെ ഇവിടെ നമ്മുടെ മേൽശാന്തിയുടെ ഇൻ്റർവ്യൂ നമ്മൾ ചെയ്യുന്നുണ്ടായി, അതുപോലെ ഒരുപാട് ഭക്തരുടെ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ടായി. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ട്രസ്റ്റിൻ്റെ അംഗമായിട്ടുള്ള ഒരു ഭക്ത കൂടിയായിട്ടുള്ള നമ്മളൊരു ചേച്ചിയുടെ അടുത്ത്, ചേച്ചിയുടെ പേരെന്താണ്? രജനി എന്നാണ് ചേച്ചിയുടെ പേര്. ചേച്ചിയുടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാണ്ട്, കാരണം ചേച്ചി ക്ഷേത്രമായിട്ട് എപ്പോഴും അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്ന ആളാണ്. ഇവിടുത്തെ കൂടുതൽ കാര്യങ്ങളും എന്നുവെച്ചാൽ കാര്യങ്ങളൊക്കെ ചേച്ചിയാണ് മെയിനായിട്ട് നടന്നത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചേച്ചിക്ക് കൂടുതൽ അറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഭക്തർക്ക് വേണ്ടിയിട്ട് ചേച്ചിയായിരിക്കും ഇനി കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാം. അപ്പോൾ ചേച്ചി, ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട എന്നുവെച്ചാൽ ക്ഷേത്രത്തിൽ ഒരുപാട് അത്ഭുത പ്രവർത്തികൾ നടക്കുന്നുണ്ട്, ഒരുപാട് ഭക്തർ വരുന്നുണ്ട്, അപ്പോൾ അതൊക്കെ കാണുകയുണ്ടായി, ഇവിടെ വന്നപ്പോൾ അറിയുണ്ടായി, ഒരുപാട് ഭക്തർ ഇത് പറയണ്ടായി. അപ്പോൾ ഇവിടുത്തെ ഒരു മെയിൻ ആൾ, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ട്രസ്റ്റിലെ അംഗം എന്ന് പറയുമ്പോൾ ചേച്ചി ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ജീവിതത്തിൽ ഇവിടെ വന്നിട്ട് കാണുമ്പോൾ അനുഭവപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ഭക്തർക്ക് അറിയാൻ വേണ്ടി എന്ന് പറയുന്നത്? നമ്മളുടെ കൊച്ചിറ അമ്പലം വന്നിട്ട് നമുക്ക് 35 വർഷം കഴിഞ്ഞ്. അപ്പം അത് നമ്മളുടെ അമ്മ ആണ് ഇവിടുത്തെ മെയിനായിട്ട് കാര്യങ്ങളെല്ലാം നോക്കുന്നത്. നമ്മൾ മാനസ പൂജയാണ് അമ്മ ചെയ്യുന്നത്. പിന്നെ താന്ത്രികമായിട്ടുള്ള കാര്യങ്ങൾ ശാന്തി വന്നാണ് നമ്മൾക്ക് ചെയ്തു തരുന്നത്. പിന്നെ ഈ ക്ഷേത്രത്തിനെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഈ ക്ഷേത്രത്തിൽ വരുന്ന എല്ലാ ആൾക്കാരും അമ്മയോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു ഇതാണ് നമ്മൾ കാണുന്നത്. അപ്പം അതിൽ നമുക്ക് നല്ല സന്തോഷമുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാലില്ല, അവർ വരുന്ന ആൾക്കാർ, ഞാൻ ഉൾപ്പെടെ വരുന്ന ആൾക്കാർ എൻ്റെ വീട്ടിലെ അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ദുഃഖങ്ങളോ അല്ലെങ്കിൽ ഏറ്റവും പ്രയാസങ്ങളോ അല്ലെങ്കിൽ ഏറ്റവും സന്തോഷമുള്ള നിമിഷങ്ങളിൽ ഓടി അവർ ഇവിടെ എത്തുന്നത് നമ്മൾ ഈ കൊച്ചിറ മഹാകാളി ക്ഷേത്രത്തിൽ വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പം അവർ വന്ന് നമ്മളോട് സംസാരിക്കുന്നത് പോലെ തന്നെയാണ് ശ്രീകോവിലിൻ്റെ വാതിക്കൽ നിന്ന് അമ്മേ ഞങ്ങൾക്കത് കിട്ടി, അല്ലെ അമ്മ ഞങ്ങൾക്കത് തന്നില്ലല്ലോ, തരാത്തതാണെങ്കിൽ ഇപ്പം ഇച്ചിരിച്ച് താമസിക്കുവാണെങ്കിൽ അവർ വന്ന് പറയാം, പരിഭവം പറയും അവര്, അമ്മേ ഞങ്ങൾക്കത് തന്നില്ലല്ലോ അമ്മേ, അല്ലെങ്കിൽ അമ്മ അത് എന്താണ് അമ്മ ഞങ്ങൾക്ക് അങ്ങനെ വിഷമമെന്ന് നമ്മളോട് പറയുന്നത് പോലെ തന്നെയാണ് ഇവിടെ ദേവിയോട് അംഗത്തോട് പറയുന്നത് പോലെ തന്നെയാണ് നമുക്ക് ദേവി അവര് പറയുന്നത് ദേവി അവരോട് സംസാരിക്കുന്നുണ്ട്, അവര് പറയുന്നതിനെല്ലാം മറുപടി പറയുന്നുണ്ടെന്ന്. അപ്പം ഞങ്ങളിങ്ങനെ ചോദിക്കുവേ, എന്താണ് നിങ്ങൾ അങ്ങനെ വന്ന് പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ പറയണേ, അത് ഞങ്ങൾ അമ്മയോട് പറഞ്ഞതാണ്, അമ്മ അതിന് തിരിച്ച് മറുപടി ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്നും പറഞ്ഞാണ് അവർ പോകുന്നത്. അപ്പം അതൊക്കെ കാണുമ്പോൾ നമുക്കിങ്ങനെ ഒരു ക്ഷേത്രമുണ്ട്, അപ്പം അത്രയും അതുമായിട്ട് അമ്മയായിട്ട് അത്രയും അടുത്ത് നിൽക്കുന്ന അവരായതുകൊണ്ട് അങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മൾക്കും മാനസികമായിട്ടും ഒരു സന്തോഷവും, നമ്മളുടെ എന്ന് വെച്ചാൽ അവർ അത്രയും ഒരു രീതിയിലല്ലേ അമ്മയായിട്ട് നിൽക്കുന്നത്, അപ്പം നമുക്ക് അതിൻ്റെതായ ഒരു സന്തോഷവും ഇതുമുണ്ട്. ഇപ്പം ഞങ്ങളിവിടെ വന്നപ്പോഴാണെങ്കിലും നമ്മൾ ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ട്. നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടാവുന്ന ഒരു പോസിറ്റീവ് എനർജിയാണ്. നമ്മൾ ചിലപ്പോൾ വീട്ടിൽ നിന്ന് വരുന്ന ഭക്തർ പലരും പല ദുഃഖങ്ങളും കൊണ്ട് വരുന്നവരായിരിക്കും. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ വന്ന് കയറുമ്പോൾ തന്നെ നമ്മൾ പകുതി ദുഃഖങ്ങൾ തന്നെ ആ പോസിറ്റീവ് ആണ്. അത് നമുക്ക് ഇവിടെ വന്നപ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരുപാട് ക്ഷേത്രത്തിൽ പോകുന്നതാണ്. അപ്പോൾ വെച്ചാൽ ഇവിടെ വരുന്ന ഭക്തരിൽ കൂടുതലും അവർ പറയുന്ന ദുഃഖങ്ങൾ കൂടുതലും എന്തായി, കാരണം ഇവിടെ വരുന്നതൊക്കെ മാറുന്നുണ്ട്, നമ്മൾ അനുഭവങ്ങൾ കേൾക്കണ്ടേ. അപ്പോൾ കൂടുതലും ഭക്തർ എന്ത് ദുഃഖങ്ങളൊക്കെ ആയിട്ടാണ് ഇവിടെ പറയുന്നത്, അല്ലെങ്കിൽ ഒരു പരിഭവം പോലെ സന്താനങ്ങളില്ലാത്ത മെയിനായിട്ട്, പിന്നെ കല്യാണം നടക്കാത്തവര്, പിന്നെ നമ്മളുടെ ഈ സ്ഥലവും പെരയില്ലാത്ത
അങ്ങനെയൊക്കെ വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ കല്യാണങ്ങൾ നടന്നിട്ട് ആ കല്യാണത്തിന് ഞങ്ങളെ ക്ഷണിച്ചു കൊണ്ടുപോയിട്ട് അവരുടെ കല്യാണത്തിൻ്റെതുപോലെ തന്നെ ദേവിക്ക് സാരിയും അതും എല്ലാം ആ സമയത്ത് ഇവിടെയും ദേവിക്ക് ചാർത്തി അവർ കൊണ്ടുവന്ന് നമുക്ക് തന്നിട്ട് ആ സമയത്ത് നമ്മളിവിടെ ചാർത്താറുണ്ട്. പിന്നെന്ന് പറയുന്നത് വീടിൻ്റെ കയറി താമസത്തിനാണെങ്കിലും ഇവിടുന്ന് അമ്മേനെ കൊണ്ടുപോവുകയും ഇവിടുന്ന് അമ്മ ചെല്ലുമ്പോൾ ഒരു ദേവിയുടെ സാന്നിധ്യം ഉണ്ടെന്ന് തന്നെയാണ് അവര് പറയുന്നത്. പിന്നെ സന്താനങ്ങളെ കൊണ്ടുവന്ന് ആദ്യം നമ്മൾക്ക് ഇവിടെ കൊണ്ടുവന്ന് ചോറൂട്ട് കൊടുക്കും. അങ്ങനെ ഒത്തിരി സന്താനങ്ങൾ ഉണ്ടായിട്ട് ഇച്ചിരി മുമ്പ് വന്ന ആ കൊച്ചി ഇവിടെ ഉണ്ട് ഏതാ അതിന് അപ്പൊ അങ്ങനെയുള്ള ഒത്തിരി പിള്ളേർ ഉണ്ടായിട്ടുള്ള ഈ അനുഭവങ്ങളുണ്ട്. അവർ ഇവിടെ വന്ന് ദേവിയുടെ അടുത്ത് അടിമ കൊടുക്കും, പിന്നെ ചോറ് ഊട്ട് കൊടുക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നടക്കുന്നതാണ് അതൊക്കെ. ഇപ്പൊ ഇവിടെ ക്ഷേത്രത്തിൽ മെയിൻ ആയിട്ട് നടത്തുന്ന വഴിപാടുകൾ പൂജകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഭക്തർ വരുമ്പോ സാധാരണ നമ്മൾ വഴിപാടുകൾ പൂജകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ നടത്താറുള്ള വഴിപാട് പൂജകൾ എന്തൊക്കെയാണ്? വഴിപാട് എന്ന് പറയുമ്പോൾ ദേവിക്ക് കടുംപായസം, പിന്നെ പുഷ്പാഞ്ജലികള്, പിന്നെ കുങ്കുമാർച്ചനകള്, പിന്നെ നമ്മള് ഭഗവാന് വിഷ്ണുവിന് പാൽപ്പായസം, ആഞ്ജനേയ സ്വാമിക്ക് വെറ്റിലമാല, വടമാല, പിന്നെ നെയ്വിളക്ക്, പിന്നെ ഇവിടെ നമ്മൾ അപ്പൂപ്പൻ എന്ന് പറഞ്ഞ ഒരു ശിവയോഗിയുടെ ഒരു മിത്രക്കേരി അപ്പൂപ്പൻ എന്നും പറഞ്ഞ ഒരു സങ്കല്പമുണ്ട്. അപ്പോൾ ആ അപ്പൂപ്പനെ ഞങ്ങൾ മാസം തോറും കർത്തവാവിന് കള്ള് മുറുക്കാൻ, പിന്നെ കോഴിയിറച്ചി അങ്ങനെയുള്ളതൊക്കെയാണ്. ഈ ക്ഷേത്രത്തിൽ കയറ്റത്തില്ല, അത് പുറത്ത് നമ്മൾ അതിനുള്ള ഇതുണ്ട്. അപ്പൊ അവിടെ അങ്ങനെ വെക്കും. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഗുരുതിയാണ് നമുക്ക് മെയിനായിട്ട് അമ്മയ്ക്ക് അതുള്ളത്. പിന്നെ കാര്യസിദ്ധി പൂജകളൊക്കെ ഉണ്ട്. പിന്നെ മാസം നമ്മൾ ഭഗവതി സേവ, ഗണപതി ഹോമം നമ്മൾ എല്ലാ വെള്ളിയും ചൊവ്വായുമാണ് നമ്മളിവിടെ മെയിനായിട്ട് നമ്മളിവിടെ അമ്പലം തുറക്കുന്നത്. അപ്പം അന്ന് നമ്മൾ ഭഗവതി സേവ, ഗണപതി ഹോമം അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ഉണ്ട്. ഞാൻ ഇവിടെ അറിയണ്ടേ കുംഭമേളയിലെ പ്രധാനികളായിട്ട് ആളുകൾ വരുന്നുണ്ട്, അതിന്റെ കഥ എന്താണെന്ന് പറയാം. കുംഭമേളയിലെ പ്രധാനിയായിട്ടുള്ള പിന്നെ പ്രഭാകരാനന്ദ മഹാമണ്ഡേശ്വർ പ്രഭാകരാനന്ദ സരസ്വതി, അങ്ങനെ ആ സ്വാമിയുടെ നേതൃത്വത്തിൽ കുറെ സ്വാമിമാർ നമുക്കിവിടെയുണ്ട്. ആദ്യമായിട്ട് കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷമാണ് നമുക്കിവിടെ വരികയുണ്ടായത്. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ അവരുടെ നേതൃത്വത്തിലാണ് നമുക്കിനി ഈ മെയ് 4-ാം തീയതി തൊട്ടുള്ള പരിപാടികൾ അവരുടെ പിന്നെ ചണ്ഡികാഹവനം, സപ്താഹം, ചണ്ഡികാഹവനം, പിന്നെ ആഞ്ജനേയ അങ്ങനെയുള്ള ഹോമങ്ങൾ, അങ്ങനെ പലവിധത്തിലുള്ള ഹോമങ്ങളെല്ലാം നമ്മൾ അവരുടെ നേതൃത്വത്തിലാണ് നടത്താൻ പോകുന്നത്. ഈ വരുന്ന ഹോമങ്ങളിൽ പങ്കെടുക്കുന്നതുകൊണ്ട് ഭക്തർക്ക് അവർക്ക് അവരുടെ ദുഃഖങ്ങൾ എന്താണോ, അവർ പ്രാർത്ഥിക്കുന്നത് എന്താണോ അതിനൊരു ഫലം ഭഗവതി തീർച്ചയായിട്ടും നമ്മുടെ അനുഭവത്തിലും വരുന്ന ഭക്തരുടെ അനുഭവത്തിലും നമുക്ക് അത് കൊടുക്കാനായിട്ട് കഴിയുന്നുണ്ട്. അത് അവര് നമ്മളോട് വന്ന് പറയുന്നുണ്ട്. ചിലവര് നമ്മളുടെയൊക്കെ കരഞ്ഞാണ് വരുന്നത്, ഞങ്ങൾക്ക് അമ്മയെ സാധിച്ചു. പിന്നെ ഇവിടുന്ന് പോകുന്ന ആൾക്കാർ അവരുടെ ജോലി സംബന്ധമായിട്ട് പോകുന്ന സ്ഥലത്തൊക്കെ ഈ അമ്മയുടെ ക്ഷേത്രത്തിനെ പറ്റിയും ഇതിനൊക്കെ പറ്റിയൊക്കെ പറയുമ്പോൾ അവര് കേൾക്കുന്ന ആൾക്കാർ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് അവർ തിരിച്ചു ചെല്ലുമ്പോൾ, ഈ ജോലി സ്ഥലത്തൊക്കെ അല്ലെങ്കിൽ അവർ തിരിച്ചു ചെല്ലുമ്പോൾ പറയും, ഞങ്ങൾ ആ അമ്മേനെ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾക്ക് ഇന്നത് സാധിച്ചെന്നും പറഞ്ഞ് അവരുടെ കയ്യിൽ അമ്മയ്ക്ക് വഴിപാടായിട്ട് അവർ കൊടുത്തു വിടുന്ന ഒരു രീതി നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്, അതും നടക്കുന്നുണ്ട്. സ്ഥിരമായിട്ട് ഇവിടെ ഉള്ള ആളാണ്. ചേച്ചിക്ക് എങ്ങനെ ജീവിതത്തിൽ എനിക്ക് അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല അനുഭവങ്ങളാണ്. പിന്നെ ഒരു വയറുവേദന എനിക്കുണ്ടായിരുന്നു കുഞ്ഞിലെ, അത് മാറ്റി തന്നത് ഈ ഭഗവതിയാണ്. പിന്നെ നമ്മൾ എവിടെ വെച്ച് നമ്മൾക്ക് ഒരു ദുഃഖം വന്നാൽ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും നമ്മൾക്ക് മാനസികമായിട്ടൊരു പ്രയാസമെന്ന് തോന്നുമ്പോൾ നമ്മൾ അമ്മേനെ വിളിച്ചാൽ മതി, അതിന് അമ്മ ഒരു പരിഹാരം നമ്മൾക്ക് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ എനിക്ക് 2 മക്കളാണ്. മോൾക്ക് ജോലിയായി, അത് ദേവിയുടെ അനുഗ്രഹം കൊണ്ട്. പിന്നെ മോൻ BA പഠിക്കുവാണ്. എല്ലാം നല്ല രീതിയിൽ തന്നെ പോകുന്നു. ഗുരുവായൂരൊക്കെ പോവാറുണ്ടോ? ഗുരുവായൂർ നമ്മുടെ ഈ സ്വാമിയുടെ ഇതിന്റെ ഇതിലൊക്കെ ഞങ്ങൾ ഗുരുവായൂർ ക്ഷേത്രങ്ങളിലൊക്കെ പോവുകയും കൊടുങ്ങല്ലൂർ പോകുന്നുണ്ട്. കൊടുങ്ങല്ലൂർ നമ്മൾ എല്ലാ വർഷവും ധനുമാസത്തിൽ നമ്മൾ താലപ്പൊലി
താലപ്പൊലി മഹോത്സവത്തിന് നമ്മൾ ഇവിടുന്ന് ശബരിമലയ്ക്ക് പോകുന്നത് പോലെ നമ്മൾ ദേവിക്ക് കെട്ടുമുറുക്കി പോകുന്നുണ്ട്. ആ കെട്ടുമുറുക്കിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് രോഗങ്ങൾ, ദുരിതങ്ങൾ, ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു അസുഖങ്ങൾ ഉള്ളപ്പോൾ നമ്മൾ അമ്മേ ഞങ്ങൾ അടുത്ത വർഷം ഇവിടുന്ന് കെട്ടുമുറുക്കി കൊടുങ്ങല്ലൂർ വന്നേക്കാം എന്ന് പറയുമ്പോൾ അവരുടെ അസുഖങ്ങൾ മാറിയതിൻ്റെ ശേഷമാണ് അവരിവിടുന്ന് കെട്ടുമുറുക്കി നമ്മൾക്ക് കൊടുങ്ങല്ലൂർ ഞങ്ങൾ എല്ലാവരും കൂടെ പോകുന്നത്. പിന്നെ പോകുന്നത് നമ്മൾ കാവ് തീണ്ടാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഭരണിക്ക് കാവ് തീണ്ടാനാണ് പോകുന്നത്. ഇവിടെ കൃഷ്ണ ഭഗവാന്റെ ഒരു ആരാധനയുണ്ടല്ലോ, അപ്പൊ അത് ഗുരുവായൂരപ്പന്റെ സങ്കല്പമാണോ അതോ ഭഗവാന്റെ ഗുരുവായൂർ അല്ല, നമ്മൾക്ക് ഉണ്ണിക്കണ്ണന്റെ ഒരു സങ്കല്പമാണ്. സാളഗ്രാമം വിട്ടാണ് നമ്മൾ ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത കൂടി ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയിട്ട് എന്തെങ്കിലും അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഗുരുവായൂർ നമ്മൾ എപ്പോഴും എപ്പോഴും നമ്മൾക്ക് പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമല്ലേ ഗുരുവായൂര്. അപ്പൊ നമ്മൾ ആ ഗുരുവായൂരത്തെ പിന്നെ കുറച്ച് ആൾക്കാരുമായിട്ട് നമ്മൾക്ക് പിന്നെ പോകാനായിട്ട് അവരെ കാണാനും പിന്നെ അവിടുത്തെ നമ്മുടെ പിന്നെ വെളിച്ചപ്പാട് അവരെയൊക്കെ നമ്മളെ പരിചയപ്പെടാനും ഒക്കെ സാധിച്ചതിൽ നമ്മൾക്ക് സന്തോഷമുണ്ട്. അത് ഈ സ്വാമിമാര് മുഖേനയാണ് നമ്മൾക്കത് അതൊക്കെ ഇതായി തന്നത്. ഗുരുവായൂരപ്പൻ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എപ്പോഴും നമ്മൾക്കതൊരു അതിനെന്താ പറയേണ്ടതെന്നറിയാം. നമുക്കൊരു അമ്മമാർക്ക് ഒരു ഉണ്ണിക്കണ്ണൻ, മനസ്സിലായോ? പിന്നെ മറ്റുള്ളവർക്ക് അവരേത് രീതിയിലാണോ ഭഗവാനെ നമ്മൾക്ക് വിളിക്കുന്നത് ആ രീതിയിലാണ് ഭഗവാൻ ഏറ്റവും കൂടുതൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏറ്റവും കൂടുതൽ മനുഷ്യരോട് അടുക്കുന്ന ഒരു ദൈവവും ഗുരുവായൂർ അപ്പനാണ് എന്നുള്ളൊരു വിശ്വാസമാണ് എനിക്കുള്ളത്. ഇനി അത് മറിച്ചുണ്ടാകാം എന്നുള്ളവർക്ക് അങ്ങനെയുള്ളൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ഗുരുവായൂർ ഒരു ഉണ്ണി അല്ലെ, നമ്മൾ അങ്ങനെയല്ലേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെ നമ്മളെപ്പോഴും ഭഗവാന്റെ അങ്ങനെയല്ലേ നമ്മൾ കേട്ടിരിക്കുന്ന കഥകളും. പിന്നെ ഭഗവാന്റെ ഒരു എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഭഗവാനോട് അടുക്കുന്ന ഒരു പറ്റുന്നതാണ് ഗുരുവായൂരപ്പൻ. അത് നമ്മൾ എന്താണോ ഭഗവാന് കൊടുക്കുന്നത് അത് അപ്പടി സ്വീകരിക്കുന്ന ഒരു അതാണെന്ന ഭഗവാൻ. നമ്മുടെ ഭക്തരോട് പറയുകയാണെങ്കിൽ നമ്മൾ ക്ഷേത്രയാത്രകളിൽ പോകുമ്പോൾ ഞാൻ പ്രത്യേകം പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഞങ്ങൾ ഇവിടെ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഭവമുണ്ട്. നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ അങ്ങനെയുള്ള നമുക്ക് വീഡിയോ വഴി പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും, എത്രത്തോളം കിട്ടുമെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പക്ഷേ അത് മനസ്സിലാക്കണമെങ്കിൽ അതുപോലുള്ള ക്ഷേത്രങ്ങളിൽ എത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഭക്തരുടെ അടുത്ത് നമ്മളെപ്പോഴും അവർക്ക് എന്താ പറയുക, അവർക്ക് അവരുടെ ജീവിതത്തിന് സന്തോഷം ഉണ്ടാകുന്ന രീതിയിലാണ് നമ്മൾ വീഡിയോ എപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതുപോലെ ക്ഷേത്ര സന്ദർശനം നടത്തുന്നത് അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ, ഇപ്പോൾ ഇതുപോലെ ഇവിടെ കൊച്ചുചിറ മഹാദേവി ക്ഷേത്രത്തിൽ എത്തുമ്പോൾ ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിയൊരു അനുഭവമുണ്ട്, ഒരു പോസിറ്റീവ് എനർജി, ഒരു അനുഭവമുണ്ട്. അത് നിങ്ങൾക്കും കിട്ടണം. അപ്പം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങളിവിടെ വന്ന് ചേരുക എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾ വന്ന് ചേരുക, ഒരു പ്രാവശ്യമെങ്കിലും വന്ന് ആ അനുഭവം നിങ്ങൾ അറിയാൻ ശ്രമിക്കുക. അവിടെ ഒരുപാട് ദുഃഖങ്ങളുള്ള ഭക്തജനങ്ങളുണ്ടാകും നമ്മുടെ ജീവിതത്തിൽ. നമ്മുടെ കൂട്ടായ്മയിലുള്ളവർ തന്നെ ഉണ്ട്. ഇപ്പോൾ സന്താന ഭാഗ്യമില്ലാത്തവരുണ്ട്, മംഗല്യയോഗം നടക്കാത്തവരുണ്ട്, ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് വന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അനുഭവം നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. കാരണം ഞാൻ ഇത്ര ഉറപ്പ് പറയാൻ കാരണം വെച്ചാൽ നമ്മൾ വന്നതിന് ശേഷം നമ്മൾ കേട്ടിട്ടുള്ള, അതായത് ഇവിടെ വന്ന് ആ അനുഭവങ്ങൾ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഭക്തരിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുള്ള അനുഭവങ്ങളാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഉണ്ടാവണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പങ്കുവെച്ച ചേച്ചിക്ക് നന്ദിയുണ്ട്.